ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട മാമ്പഴ പുളിശ്ശേരി എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇവിടെ പുളിമാങ്ങ എന്നാണ് പറയുന്നത്. ഇച്ചിരി പുളിയും അതുപോലെ തന്നെ കുറച്ച് മധുരമൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴമാണ് കേട്ടോ. എപ്പോഴും മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത മാമ്പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ സീസൺ കൂടിയാണ്. ഇപ്പോൾ അതിൻ്റെ പേരിലാണ് മാമ്പഴ പുളിശ്ശേരി നമ്മൾ തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ചെറിയ മാമ്പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ മാമ്പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ആ മാമ്പഴം വലിയ പീസാക്കിയിട്ട് വേണം ഇടാനായിട്ട്. എന്നാൽ ശരി, നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിന് പുറത്തുള്ള തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വരാം. മാമ്പഴത്തിൻ്റെ തോലൊക്കെ ഇതുപോലെ നന്നായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൺചട്ടിയിലേക്ക് നമ്മൾ മാങ്ങ എല്ലാം വെച്ചിട്ടുണ്ട്. മാങ്ങ എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്തേക്കണം. ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ എപ്പോഴും മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവണം. അപ്പോൾ അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ ഈ മാമ്പഴത്തിന് വന്നിട്ട് നല്ല പുളിപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് മധുരം ഉള്ളതാണ്. എങ്കിൽ കൂടി നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മധുരം പഞ്ചസാരയും കൂടി ചേർത്തേക്കണം. ഇനിയിപ്പോൾ ഒട്ടും മധുരം ഇല്ലാത്ത മാമ്പഴമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഈ മാമ്പഴം വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. എന്നാലും ഈ മാമ്പഴം വന്നിട്ട് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മാമ്പഴം വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ ഈ മാമ്പഴത്തിന് നല്ലതുപോലെ ഇങ്ങനെ ഉപ്പ് പിടിച്ചു പോകും. അതിൻ്റെ പേരിൽ ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഈ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു 2-3 മിനിറ്റ് മാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മാമ്പഴമെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് പകുതി മുറി തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് വേണമെന്ന് ആവശ്യമില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മതിയാവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, കൂടെ തന്നെ ഒരു 8-10 കുരുമുളകും കൂടി ആവശ്യമായിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉള്ളിയും കൂടി നമുക്ക് വേണം. ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നമ്മുടെ തേങ്ങയെല്ലാം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതായത് നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളയ്ക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടെല്ലാം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ തൈരും കൂടെയാണ്. അപ്പോൾ എപ്പോഴും മാമ്പഴ പുളിശ്ശേരിക്ക് ഒരല്പം തൈര് കൂടുതലായിട്ട് തന്നെ വേണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈരാണ്. നല്ല കട്ട തൈര് ഇതുപോലെ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ നിങ്ങൾ വീട്ടിൽ തൈരൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് കിട്ടും.
ഉറപ്പായിട്ടും അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ തൈരിലേക്ക് ഒരല്പം മാത്രം, ഒരു 1/4 കപ്പിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കാരണം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണുള്ളത്. കുറച്ച് സ്മൂത്തായിട്ട് വേണം നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് തൈര് ചേർക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ തൈരൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അതിൻ്റെ പേരിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിള വന്നുകൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 1-2 മിനിറ്റ് വരെ തിള വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ മാത്രം നമുക്ക് ഈ സമയത്തൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ വേറെ ഏത് പാത്രത്തിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളക്കുകയാണ്. ഇതിലേക്ക് വേണം നമ്മുടെ ഈ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നമ്മളിപ്പോൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ തൈര് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പിരിയാതിരിക്കാനാണ് ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മഞ്ഞ കളറെല്ലാം നമ്മുടെ തൈരിൽ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടിക്ക് വേണം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലെ മെയിനായിട്ടുള്ള താളിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ താളിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് സൂപ്പറായിട്ടിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുവരെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിട്ട് നമ്മുടെ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് മാറുന്ന ഒന്നാണ് ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.